എന്നെയും എനിക്കുള്ള കയ്യിലേൽപ്പിക്കപ്പെട്ട സകലത്തെയും എൻ്റെ രക്ഷകന്റെ മുൻപിൽ കാഴ്ചവെക്കുന്നതിന് നിശ്ചയിച്ചു. ഒന്നാമത് എന്നെ എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ചു. രണ്ടാമത് ഭാര്യയെ കർത്താവിനെ ഏൽപ്പിച്ചു. മൂന്നാമത് കുട്ടികളെ കർത്താവിനെ ഏൽപ്പിച്ചു. നാലാമത് എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട സ്വത്തിനെ ഏൽപ്പിച്ചു. അഞ്ചാമത് എനിക്കുള്ള സകല കടങ്ങളെയും ഏൽപ്പിച്ചു. ആറാമത് ലാഹ ഇടവകയ്ക്കായി കർത്താവിൻ്റെ ഭാഗത്ത് സേവിപ്പാൻ എന്നെ ഏൽപ്പിച്ചു. ഏഴാമത് എനിക്കുള്ള സകല ആഗ്രഹങ്ങളും ഭരമേൽപ്പിച്ചു. സ്ഥലം 10-ാം പുറത്ത് കിഴക്കേ അറ്റത്ത് മുട്ടേമ്പിൽ നിന്നുകൊണ്ട് ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ഓർമ്മയ്ക്കുള്ള ഒരു ദിവസം. എന്റെ കർത്താവേ, ഇതെങ്കിലും ഒരാണായിരിക്കണേ തമ്പുരാനേ. ഇട്ടിയും മറിയാമ്മയും ഇത്രയേ നാളായി ഒരു ആൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലയോ. 6 മക്കളെ കർത്താവ് കൊടുത്തു. ഇതെങ്കിലും ഒരു ആൺകുഞ്ഞായാ മതിയായിരുന്നു. കഴിഞ്ഞൂലൊരാങ്കൊച്ച് ആറ്റി വീണ് ചത്തുപോയതല്ലായോ, നീ ഓർക്കുന്നില്ലോടി? അയ്യോ, മറക്കാൻ പറ്റുമോ? അതിന്റെ കിടപ്പ് കണ്ട സഹിക്കത്തില്ലായിരുന്നടി. നീ നോക്കിക്കോടി, ഇത് ആൺകൊച്ച് തന്നെയാ. കർത്താവിന്റെ സന്നിധിയിൽ അത്രമാത്രം പ്രാർത്ഥന ചെന്നിട്ടുണ്ട്. ഇട്ടിച്ചനെ വിളിക്കാൻ ആള് പോയിട്ട് എന്തിയേ? എടാ, നീ ഒന്ന് തഞ്ചപ്പെട. അവക്കൊരു കുഴപ്പമില്ല, വേദന തുടങ്ങി. നീ ഇങ്ങനെ വെരുകിനെ പോലെ ആദ്യ പിടിച്ച് നടക്കാതെ അവിടെ കാണും പോയിരുന്നു പ്രാർത്ഥിക്കാൻ നോക്കും. ഇട്ടിയേ, നിന്റെ പെമ്പർനോത്തി പെറ്റടാ. നല്ല സൂര്യൻ ഉദിച്ച പോലെ രാമ്പിള്ള കേറി വന്ന് കാണടാ. ഇടയാറന്മുള കുന്നുംപുറത്ത് MTLP സ്കൂളിലാണ് കൊച്ചുകുഞ്ഞിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. നമ്മുടെ മഹാകവി KV സൈമൺ സാറും കൊച്ചുകുഞ്ഞ് ഉപദേശിയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. KV സൈമണും താനുമായി ഉണ്ടായിരുന്ന ബന്ധം ദാവീദും യോനാദാനും പോലെയായിരുന്നുവെന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ക്രൈസ്തവ മൂല്യങ്ങൾ പകർന്നുകൊടുത്ത അധ്യാപക വൃന്ദവും സൗഹൃദങ്ങളും കൊച്ചുകുഞ്ഞിന്റെ ബാല്യം അതുല്യമാക്കി. കൂട്ടി കയറ് കോഴി, നാശങ്ങൾ കേറുന്നുമില്ല. കയറ് കോഴി. മതി മോനെ തടവിയത്. എൻ്റെ മക്കൾ ഇനിയും പോയിരുന്നു പഠിച്ചു. എന്നതാ മനുഷ്യ, കാര്യമായിട്ടിരുന്നങ്ങ് ആലോചിക്കുവാണല്ലോ. ഓ, ഞാൻ ഓർക്കുമായിരുന്നടി, കൈക്കോട്ടിന് 2 വെട്ട് വെട്ടുമ്പം എൻ്റെ നെഞ്ചിനകത്തൊരു വേദനയാണ്. ഇന്നലെ ഞാൻ ഔദയുടെ കണ്ടത്തിൽ നിന്ന് കയറുമ്പം തല കറങ്ങി വീഴേണ്ടതായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എങ്ങനുണ്ട്? ഓ, അതങ്ങ് മാറിയടി. ഞാൻ ചിന്തിച്ചത് അതല്ല. പെമ്പിള്ളാരെ എല്ലാം കർത്താവ് തമ്പുരാന്റെ കരുണ കൊണ്ട് ഒരു വിധത്തിലൊക്കെ കെട്ടിച്ചു വിട്ടു. ഇനി ആകെയുള്ളത് ഈ വീടും പറമ്പുമാണ്. എനിക്ക് നിനക്കുമാണെങ്കിൽ പ്രായം ഏറി വരുക. നമ്മുടെ കൊച്ചുകുഞ്ഞിനെ പറ്റി ഓർക്കുമ്പോഴാ എനിക്കൊരു മനോദണ്ണം. എടീ, നാളെ നമ്മളെ കർത്താവ് തമ്പുരാൻ അങ്ങ് വിളിച്ചാൽ പിന്നെ അവൻ ആരുണ്ടടി? ഈ മൂസന്തിക്കിരുന്ന് പാടി പ്രാർത്ഥിച്ചേച്ച് പറയുന്നു വർത്താനം കേട്ടില്ലേ? ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ തോന്നാന്?
എടീ, നമ്മുടെ വട്ടപ്പനയിലെ തോമാച്ചനെ മെമ്പർമാരെ നിനക്കറിയത്തില്ലായോ? ആ, നമ്മുടെ കുറിയന്നൂരില്ലേ? ആ, അത് തന്നെ. അങ്ങേരുടെ മോളെ ഏലിക്കുട്ടിയെ നീ കണ്ടിട്ടില്ലായോ? ആ കൊച്ചിനെ നമ്മുടെ കൊച്ചുകുഞ്ഞിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ഇതെന്നാ നീ പറയുന്നേ? അവൻ ഈ വൃശ്ചികത്തിൽ 12 തികയത്തല്ലേ ഉള്ളൂ. അവൻ കൊച്ചി ചെറുക്കനല്ലയോ? അതിനെന്തോ നാടി കുഴപ്പം? ആണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ രണ്ടാളും ആയുസോടിരിക്കുന്ന കാലത്ത് അവനൊരു ജീവിതം ഉണ്ടാകട്ടെടി. ഓ, എന്നാലും ഒരെന്നാലുമില്ല. ഞാൻ നാളെ തന്നെ കുറിയന് വരെ ഒന്ന് പോയിച്ചും വരാം. നീ പ്രാർത്ഥിച്ചാ മതിയടി. കർത്താവ് തമ്പുരാന്റെ കൃപയാൽ കല്യാണമെല്ലാം നല്ല കേമമായിട്ട് നടന്നു. അതെ അതെ, ശരിയാ. ഓ, വീട്ടിൽ ചെന്ന് എന്തോരം പണി കിടക്കുന്നു. കന്നാലിയെല്ലാം കണ്ടത്തിൽ കിടക്കുന്നേ ഉള്ളൂ. അയ്യോ ശരിയാ. എന്തായാലും മഴയില്ലായിരുന്ന കാര്യമായി. മക്കളെ സൂക്ഷിച്ചു കയറണേ. ആ, അങ്ങനെ പതുക്കെ പതുക്കെ. കുഞ്ഞുങ്ങളെ ആ പടിയേലങ്ങിരുന്നു. പിള്ളേർ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ആ ശരിയാടി, വേഗം അങ്ങ് ചെല്ലണം. ഇന്ന് പള്ളിക്കൂടം നേരത്തെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ. എടാ ചേക്കാ, എന്തിനാടാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? എടാ ശമേലേ, എന്തോ പറ്റിയടാ? അവൻ എന്തിനാടാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? വാദ്യന്മാര് വല്ലതും അടിച്ചോടാ? എന്നാ പറയാനാ, അപ്പച്ചനും അമ്മച്ചിക്കും തൃപ്തിയായല്ലോ. കൊച്ചുകുഞ്ഞ് കല്യാണം കഴിച്ചതിന് പള്ളിക്കൂടത്തിൽ എല്ലാരും അവനെ കളിയാക്കി ചിരിക്കുക. എടാ, കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ട് നീയും അവനെ കളിയാക്കി ചിരിക്കുകയാണോ? പോടാ അവിടുന്ന്. എടാ മക്കളെ, ഈ കല്യാണം കഴിക്കാന്ന് പറയുന്നത് ഈ കരയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. അയ്യോ, അതിനാണോ നീ കരഞ്ഞോണ്ടിരിക്കുന്നേ? നിനക്ക് അത്ര സങ്കടമാണേല് ഇനി ആ കുന്നുംപുറത്തെ പള്ളിക്കൂടത്തിൽ നീ പഠിക്കണ്ട. നമ്മുടെ പൂവത്തൂരുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവാ. ഞാനൊന്ന് തിരക്കട്ടെ. നീ കരച്ചിൽ നിർത്തടാ. എടാ, നീ ഇങ്ങനെ കരഞ്ഞ ആ കൊച്ചിന് മനപ്രയാസം വരത്തില്ലേ? നീ ആ ഏലി കൊച്ചിന്റെ മുന്നിലോട്ടൊന്ന് നോക്കിക്കാട്ട്. നല്ല തങ്കം പോലെ ഒരു കൊച്ചിനെ അല്ലയോടാ കർത്താവ് നിനക്ക് തന്നത്. അവന്മാർക്ക് അതിലുള്ള കൊച്ചും പാടാ. കണ്ടോ കണ്ടോ, പെണ്ണിന്റെ ഒരു നാണം കണ്ടോ? വിദ്യാഭ്യാസം കഴിഞ്ഞതോടെ കൗമാരം കടന്നിട്ടില്ലാത്ത കൊച്ചുകുഞ്ഞിന് കുടുംബഭാരം ഏൽക്കേണ്ടി വന്നു. പ്രായമായ മാതാപിതാക്കളുടെ പരിപാലനവും കുടുംബത്തിൻ്റെ ക്ലേശങ്ങളും കടഭാരവും എല്ലാം കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. 15-ാം വയസ്സിൽ മാതാവും 20-ാം വയസ്സിൽ പിതാവും മരിച്ചു. ഇതിനിടയിൽ കൊച്ചുകുഞ്ഞിനൊരു കുഞ്ഞുമുണ്ടായി. പിന്നീട് ജീവിതം ഒരു പോരാട്ടമായിരുന്നു. കാർഷിക വൃത്തി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ തുണിക്കച്ചവടം കൂടി തുടങ്ങുന്നു. ആർദ്രമായ ക്രിസ്തു മനസ്സും സഹജീവികളോടുള്ള കരുതലും ഉള്ളതുകൊണ്ട് ധാരാളം പേരുടെ ആവശ്യങ്ങളിൽ ദാനമായും കടമായുമൊക്കെ സാധനങ്ങൾ നൽകി. പക്ഷേ പലരും അത് നന്നായി മുതലാക്കി. പലരും ഒരു പൈസ പോലും തിരികെ നൽകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അധ്യാപക വൃത്തിയും ചെയ്തു. അതും അധികനാൾ നീണ്ടുനിന്നില്ല. പക്ഷേ ഇതൊന്നും കൊച്ചുകുഞ്ഞിനെ ഭാരപ്പെടുത്തിയില്ല. അയാൾക്ക് സമ്പത്തിനേക്കാൾ വേണ്ടിയിരുന്നത് ക്രിസ്തുവിനെയായിരുന്നു. ക്രിസ്തുവിനെ നേടുന്നതിനായി നഷ്ടങ്ങളെല്ലാം അയാൾ ഛേദമെന്നെണ്ണിക്കൊണ്ടിരുന്നു. ക്രിസ്തു മാത്രമായിരുന്നു സാധുവിൻ്റെ സന്തോഷവും സമ്പത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സർവ്വ കാര്യങ്ങളോടും അകന്നു നിൽക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവത്തെക്കുറിച്ചുള്ള മനോബോധത്തിൽ
ഏതെങ്കിലും ഒന്നിനെ നാം വേണ്ടെന്ന് വെക്കുമ്പോൾ നാം ആത്മാവിൽ ജയാളിയാവുകയും ഈ ലോകത്തെ ജയിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഈ ബാഹ്യ സംഗതികൾ വല്ലതും ഒരു സുഖത്തെ നാം വർജിക്കുമ്പോൾ തൽക്ഷണം ആത്മാവിലൊരു സൗഖ്യം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ പാതിരാത്രിയിലും എന്നെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏക ആശ്രയമായ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ഈ മദ്യപാനവും വെറുക്കൂത്തുകളും ഭോഗേച്ഛകളും ആഡംബര മോഹങ്ങളും ബഹുമാന കാംക്ഷയും വിട്ടൊഴിഞ്ഞ് കരുണയുള്ള കർത്താവിന്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സംഗതി വരട്ടെ. പള്ളിയിലായാലും പട്ടണത്തിലായാലും ഒരുപോലെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതിന് കർത്താവായ യേശു തമ്പുരാൻ അരുളി ചെയ്തിരിക്കുന്ന ഭക്തവാത്സല്യ മൊഴികൾ വായിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ പ്രേമത്തെ ജ്വലിക്കുന്നു. വചനത്തെ നിരന്തരം മുറുകെ പിടിച്ചോണം. ഇന്ന് തൽക്കാലം ഇത് മതി. ഈ രാത്രിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ എല്ലാവർക്കും ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം. നാളെയും വരണം കേട്ടോ. നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു ഉപദേശിയുടെ. ശരിയാ, നല്ല പ്രസംഗമായിരുന്നു. നല്ല ആശയമുള്ള നല്ല പ്രസംഗം. ഇന്ന് വരെ കേൾക്കാത്തതിലും നല്ല പ്രസംഗം. അതെ 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 ശരിയാ. എല്ലാവരും ശ്രദ്ധയോടിരിക്കും. നാളെ നമുക്ക് വരണം കേട്ടോ. നാളെ നേരത്തെ വരണം. തീർച്ചയായിട്ടും നാളെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മദ്യപാനമൊക്കെ ഇനി അങ്ങ് നിർത്തണം. ദൈവത്തിന് ഇഷ്ടമല്ല. കൊച്ചുകുഞ്ഞെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമില്ല തോമിച്ചായോ. കൂടുതൽ നേരം സംസാരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കൊരു ചെറിയ ക്ഷീണമുണ്ട്. സാരമില്ല, പുണ്യതമ്പുരാന്റെ കൃപയാൽ അങ്ങനെ പോകുന്നു. പുതിയ സുവിശേഷ കൂട്ടായ്മയൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ കൊച്ചുകുഞ്ഞെ. ആഹാ, അത് നന്നായല്ലോ കൊച്ചുകുഞ്ഞെ. ഈനാശു അറിഞ്ഞില്ലേ? ഇടിയാറന്മുള ക്രിസ്ത്യൻ ഫെലോഷിപ്പ് യൂണിറ്റി എന്നാ പേര്. ഓ, എല്ലാം കരുണയുള്ള കർത്താവിന്റെ കൃപ. നമ്മുടെ ആനിക്കാട് തോമസ് അച്ഛനും KV സൈമണും ഉണ്ട്. KV ആണ് ചെയർമാൻ, ഞാൻ സെക്രട്ടറി അല്ലയോ. നമ്മുടെ കിടങ്ങന്നൂരും മെഴുവേലിയും മാവേലിക്കരയിലും ഒക്കെ മീറ്റിങ്ങുകൾ നടത്തി. ഇനി ഒരെണ്ണം അടുത്ത ആഴ്ച കുഴിക്കാലയിലുണ്ട്. സുവിശേഷയോഗങ്ങൾ മാത്രമേ ഉള്ളോ? അല്ലല്ല, വേദപുസ്തകവും ധ്യാനങ്ങളും ഭവന സന്ദർശനങ്ങളുമാണ് മനസ്സിലുള്ളത്. ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നത് പോലെ. ഏലിയാമയും പിള്ളാരും സുഖമാണല്ലോ അല്ലേ? കൃപയാൽ പോകുന്നു. ഒരു വല്ലാത്ത മനുഷ്യനാ. സ്വന്തം ആരോഗ്യം പോലും മറന്ന ആ ശുശ്രൂഷകൾ കണ്ടില്ലേ കോലം. മിക്കവാറും ഉപവാസവും പ്രാർത്ഥനയും. ഒരു വശത്ത് ശാരീരിക പീഡകൾ, മറുവശത്ത് മാനസിക പീഡകൾ, അതിൻ്റെ കൂടെ സാമ്പത്തിക ക്ലേശവും. കയ്യിലാണെങ്കിൽ കാലനെടുക്കാനില്ല. വീട്ടിൽ ഏകദേശം ദാരിദ്ര്യമാണ്. ഇതൊക്കെ മാനുഷികമായി ചിന്തിക്കുമ്പോഴാണ് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നത്. അയാളുടെ സന്തോഷം നമ്മളെപ്പോലെ പുറമേ അല്ലടൂ, ദാ ഉള്ളില, ഹൃദയത്തിൽ. ആത്മസന്തോഷം എന്ന് അയാളതിനെ വിളിക്കുന്നത്. ഏലിക്കുട്ടിയേ, ഏലിക്കുട്ടി, പിള്ളേരൊക്കെ ഉറങ്ങിയോ? ആരുടെയും കളിചിരിയൊന്നും കേൾക്കുന്നില്ലല്ലോ. അവര് കിടന്നു. അപ്പച്ചനെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. ഒടുക്കം അവരുറങ്ങി. ഉറക്കം വന്നിട്ടൊന്നുമല്ല, വിശപ്പ് കൊണ്ട് തളർന്നുറങ്ങിയതാ. ഷമ്മേലുകുട്ടിക്ക് ഇടയായി ഒട്ടും വയ്യ. ഇച്ചായനറിയാമോ, ഇന്നുച്ചയ്ക്കും ഒരു തവി ചോറ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചത്. ഏലിക്കുട്ടി, ഒന്നും കഴിച്ചില്ലേ നിങ്ങള്? അരിയും മണ്ണെണ്ണയും പഞ്ചാരയും വരുന്ന വഴിക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷേ കീശ് തപ്പിയപ്പോ അതിനുള്ള കാശ് തികഞ്ഞില്ല. എലിക്കുട്ടി, എന്നോട് പൊറുക്ക്. സത്യത്തിൽ നിങ്ങളിങ്ങനെ പട്ടിണിയായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലെ ഞാൻ നിരീക്ഷിച്ചില്ല. ഹിച്ചായ, ഞാൻ കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ. കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കൊച്ചുകുഞ്ഞിന്റെ ഭാര്യ. അടിവയറ്റിന്ന് വിശപ്പ് കയറുമ്പോൾ ആണ്ടേ ഈ മുണ്ടങ്ങോട്ട് മുറുക്കി ഒടുക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അവത്തുങ്ങളെ പട്ടിണി കിടത്തില്ല ചായ.
ഏലിക്കുട്ടി കരയല്ലേ? എന്റെ തമ്പുരാനെ. നമ്മുടെ മൂത്താമ്പാക്കിൽ വീട് ഏതാണ്? നമ്മുടെ കൊച്ചു ഉപദേശിയുടെ വീട് ഏതാണ്? ഞാനാണ്. പറഞ്ഞാട്ടെ, എന്തു പറ്റി? അല്ലോ, തേടിയ വള്ളി കാലി ചുറ്റിയല്ല. ഈ കടവായ കടവൊക്കെ നമ്മൾ ഇങ്ങളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്താ കാര്യം? പറഞ്ഞാട്ടെ. ആണ്ട് ആ വള്ളത്തിലിരിക്കുന്ന സാധനങ്ങൾ കണ്ട? അരിയും പഞ്ചാരയും കൊലയും ചക്കയും മാങ്ങയും ചേനയും ചേമ്പൊന്നും വേണ്ട, സകല പച്ചക്കറി സാമാനങ്ങൾ ഉണ്ടതില്. നിങ്ങൾക്ക് തരാനേ എന്റെ മൊയിലാളി തന്നുവിട്ടാണ്. ഒന്ന് പിടിക്കപ്പാ, നോക്കിയിരിക്കാതെ എല്ലാം കൊണ്ട് പൊരെ കൊണ്ടുവയ്ക്കും. കർത്താവേ, നിനക്ക് സ്തുതി. എലിക്കുട്ടി, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷണവും ഭംഗിയും നൽകുന്നവനാ നമ്മുടെ കർത്താവ്. അവൻ ഈ ഏഴകളെ കരുതാതിരിക്കുമോ? എന്റെ യേശുവേ, വലിയ നന്ദി സഹോദര, വലിയ നന്ദി. നല്ല കുശാലായിട്ട് സാപ്പാട് കഴിക്കും. ഉപദേശി വന്നെന്ന് കേട്ടപ്പോഴേ തിരുമേനിക്ക് വലിയ സന്തോഷമായി. ആട്ട്, കൊച്ചുകുഞ്ഞിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നാട് മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുവാണെന്നാണ് ഞങ്ങൾ കേട്ടത്. തിരുമേനിക്ക് കൊച്ചുകുഞ്ഞു ഉപദേശിയെ പറ്റി പറയുമ്പോഴേ 100 നാവാ. എല്ലാം കർത്താവിന്റെ കൃപയാവനാച്ചാ. അയ്യോ, സംസാരിക്കുന്നതിനിടയിലേ കഴിപ്പിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. നല്ല പുഴമയും കുറച്ച് കിട്ടിയായിരുന്നു. ഞാൻ കുരുമുളകിട്ട് കറി വെച്ചത് ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇത്തിരി ചോറെടുക്കാം. കഴിച്ചിട്ട് വിട്ടില്ലെങ്കിലേ തിരുമേനി എന്നെ കൊല്ലും. അയ്യോ വേണ്ട വനാച്ച, വിശപ്പില്ല. അതെന്നെ ഇടപാടാന്നേ. തിരുമേനിയില്ലേ എന്നെ വഴക്ക് പറയും. നല്ല ഒന്നാന്തരം പുഴമീനാ ഉപദേശി. വേണ്ട, വേണ്ടാത്തോണ്ടാ വനാച്ച. ഓ, ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. മിക്കവാറും ഉപദേശി ഉപവാസത്തിലും നോമ്പിലും ആയിരിക്കുമെന്ന് ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ചൊവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റത്തുള്ളൂ. ശരിയായി ചാപ്പാട് കഴിച്ചാ നന്നായി വേല ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ കൊച്ചുഞ്ഞു മാത്രമേ കാണൂ. അത് കൊള്ളാം. ആണ്ട് തിരുമേനി വരുന്നുണ്ട് കേട്ടോ, തിരുമേനി വരുന്നുണ്ടേ. ആ കൊച്ചുകുഞ്ഞെ, എന്തൊക്കെയുണ്ടോ വാർത്തകൾ? സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയുള്ള തന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ അറിയുന്നുണ്ട്. നന്നായി. നമ്മുടെ പെൺമക്കളൊക്കെ ഈ സ്ത്രീധന മാഫിയകളിൽ നിന്ന് രക്ഷപ്പെടട്ടോ. അതെ തിരുമേനി, അതിനായി സ്ത്രീധന ത്യാഗപ്രസ്ഥാനം എന്നൊരു സാമൂഹ്യ കൂട്ടായ്മ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീധനം എന്നൊരു പിടിവാശി വേണ്ട. മാതാപിതാക്കൾ അവരുടെ മക്കൾക്കായി അവരുടെ ഇഷ്ടം പോലെ കൊടുക്കട്ടെ. അതുപോലെ വിവാഹത്തിനു വേണ്ടിയിട്ടുള്ള ധൂർത്തും ആഡംബരവും ഒഴിവാക്കണമെന്ന നിർബന്ധവും നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനി ആർക്കെങ്കിലും പെൺമക്കളെ വിവാഹം കഴിക്കാൻ നിർവാഹമില്ലെന്നുള്ള പക്ഷം സദ്യ ചെലവ് മുഴുവൻ നമ്മുടെ പ്രസ്ഥാനം കൈക്കൊള്ളും. ഓഹോ, അതൊരു മഹത്തായ ആശയം തന്നെ. ലേലച്ചിട്ടയിലൂടെയുള്ള ചൂഷണത്തിനെതിരെയും ഉപദേശം നിരന്തരം സംസാരിക്കുന്നുണ്ട് തിരുമേനി. നമ്മുടെ അനാഥശാലകളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഉപദേശി? ഇടയാറന്മുളയിലും കീഴ്വായ്പൂരും കലയപുരത്തും നന്നായി നടക്കുന്നുണ്ട്. മാർത്താണ്ഡത്ത് ഒരെണ്ണം തുടങ്ങാൻ ദൈവകൃപയിൽ ശരണം വയ്ക്കുകയാണ്. തിരുമേനിക്കറിയായിരിക്കും, നമ്മുടെ കോട്ടയം സെമിനാരി സ്കൂൾ അധ്യാപകൻ ഒരു CM ജോൺ, അദ്ദേഹം ഒരു വലിയ ശുശ്രൂഷയാണ് എൻ്റെ കൂടെ ചെയ്യുന്നത്. ആ, അയാളെ ശുശ്രൂഷയ്ക്കായി കർത്താവിന് ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു. നോക്കാം. അതെ തിരുമേനി, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. പിന്നെ സൗജന്യ വിദ്യാഭ്യാസം മനസ്സിലുണ്ട്.
പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിപ്പിനായി അങ്ങ് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന എപ്പോഴുമുണ്ട് കൊച്ചുകുഞ്ഞെ. താൻ തളരരുത്. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ സർവായുധം ധരിക്കുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം. കൂടുതൽ ജാഗ്രത തനിക്കുണ്ടാകണം. അതിരിക്കട്ടെ, KV സൈമൺ നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും അകന്നുപോയല്ലേ? അതെ തിരുമേനി, അങ്ങനെയും ഒരു നിർഭാഗ്യം സംഭവിച്ചു. തിരുമേനി, ബ്രദറൻ പെന്തക്കോസ്ത് യുയോമയ സഭകൾ അവിടെയായി മുള പൊട്ടുന്നുണ്ട്. അതിൻ്റെ സ്വാധീനം നമ്മുടെ ആളുകളുടെ ഇടയിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. അതെ, താൻ വളരെ ജാഗ്രത പാലിക്കണം. പാഷാണ്ഡോപദേശങ്ങൾക്കെതിരെ തിരുവചനം മുറുകെ പിടിച്ചോണം. നമ്മുടെ സാധാരണക്കാരായ വിശ്വാസികൾ തെറ്റിപ്പോകാതിരിക്കുവാൻ താൻ വചനം നന്നായി വിളമ്പിക്കൊടുക്കണം. അതേ തിരുമേനി, അതെൻ്റെ നിയോഗമല്ലേ. എനിക്കേറെ സങ്കടമുണ്ടായത് എനിക്കും ഇങ്ങനെയുള്ളതിനോടൊക്കെ അനുഭാവമുണ്ടെന്ന് ചിലർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം തിരുമേനിക്ക് ഉറപ്പ് തരാം, ആരൊക്കെ വേണമെങ്കിലും പൊക്കോട്ടെ. ഒന്നെനിക്കറിയാം, ഈ സഭയിലെ വിശ്വാസവും ആചാരങ്ങളും കൂതാശകളും കൂട്ടായ്മയും ഒക്കെയാണ് ഈ കൊച്ചുകുഞ്ഞിനെ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയാക്കി തീർത്തത്. ഈ സഭയിലൂടെ തിരിച്ചറിഞ്ഞ യേശുവിനെയാണ് ഞാൻ പ്രസംഗിച്ചതും വിശ്വസിച്ചതും. അവസാന ഊർദ്ധശ്വാസം വലിക്കുന്ന നിമിഷം വരെയും ഒരു മാർത്തോമക്കാരനായി ജീവിക്കണം, മരിക്കണം. ഇതാണ് തിരുമേനി ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്, അല്ല എൻ്റെ ബോധ്യം. ക്ഷമിക്കണം തിരുമേനി, ഞാൻ അധിക പ്രസംഗം ചെയ്ത് അങ്ങയുടെ സമയമെടുക്കുന്നില്ല. എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞില്ല? കൊച്ചുകുഞ്ഞെ, ഞാനൊരു കൽപ്പന അയക്കുകയാണ്. കൊച്ചുകുഞ്ഞു പോയി സഭയുടെ എല്ലാ ഇടവകകളിലും സുവിശേഷം പ്രസംഗിക്കണം. സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കണം. വേദപുസ്തക വിരുദ്ധമായ സകല ദുരുപദേശങ്ങളോടും ചെറുത്തു നിൽക്കുവാൻ നമ്മുടെ വിശ്വാസ ജനത്തെ സജ്ജരാക്കണം. അതിനുള്ള 17 നമ്പർ കൽപ്പനയാണിത്. ദൈവത്തിൻ്റെ വേലക്കാരാ, പോകുക. അഗാധമായ പാപബോധവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും രക്ഷയെപ്പറ്റിയുള്ള ഉള്ളൊരുക്കവും കർത്താവിനെ സ്നേഹിക്കാനുള്ള വാഞ്ചയും നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ നിറയ്ക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. 1928-29 വർഷങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ നാഞ്ചിനാട് പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ച കോളറ എന്ന മഹാപകർച്ചവ്യാധിയിൽ ദേശം വിറങ്ങലിച്ചു നിന്നു. ശുചീന്ദ്രം, നാഗർകോവിൽ, കടുവായ പ്രദേശങ്ങളിലൊക്കെയുള്ള മനുഷ്യർ രോഗികളായി. നഞ്ചിനാട്ടിൽ വീശിയ കാറ്റിന് മരണത്തിന്റെ ഗന്ധമായിരുന്നു. ദേശത്തിന്റെ നെൽപ്പാടങ്ങളിൽ മനുഷ്യന്റെ വിറങ്ങലിച്ച ശവശരീരങ്ങൾ വീഴാൻ തുടങ്ങി. ഓരോ പ്രഭാതത്തിലും ഉയർന്ന കൂട്ടനിലവിളികൾ ദേശത്തെ ഭീതിയിലാഴ്ത്തി. രോഗം ബാധിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങി. ഭയം കൊണ്ട് സർക്കാരിലെ രക്ഷാപ്രവർത്തകർ പോലും ഓടി ഒളിച്ചു. ഭയപ്പെട്ടു നിന്ന മനുഷ്യർ നിസ്സഹായരായി. റോഡുകളിലും ഇടവഴികളിലും മരണപ്പെട്ടവരുടെ ശരീരങ്ങൾ അനാഥമായി കിടന്നു. സാറുമാരെ, എന്റെ കുഞ്ഞിന്റെ ശവശരീരം ഒന്ന് കുഴിച്ചിടാൻ സഹായിക്കുമോ? ഏമാരെ, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളെ മക്കളും ഞങ്ങളെ സഹോദരങ്ങളും ഞങ്ങളെ വേണ്ടപ്പെട്ടവരെല്ലാം ശാന്തമായി സാറേ. ഇത് മരണത്തിന്റെ ഗന്ധമുള്ള സ്ഥലമാണ്. ഞങ്ങളെ സഹായിക്കണേ സാറേ. അവിടേക്കാണ് സാധു കൊച്ചുകുഞ്ഞുപദേശിയും അനുചരന്മാരും കടന്നു ചെല്ലുന്നത്. അവിടെ അവർ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. രോഗികളെ പരിചരിച്ചു, മൃതശരീരങ്ങൾ മറവ് ചെയ്തു, അനാഥ കുട്ടികളെ ചേർത്ത് പിടിച്ചു, ഭക്ഷണ വിതരണം നടത്തി. രോഗികൾക്ക്
മരുന്നും ചികിത്സയും നൽകി സൗഖ്യം നൽകി. ഒരു ദേശത്തിന്റെ വിടുതലിനായി, സൗഖ്യത്തിനായി സാധുവും കൂട്ടരും അക്ഷീണം പ്രവർത്തിച്ചു. അവിടെ സാധുവിൻ്റെ കരങ്ങളും കാലുകളുമെല്ലാം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. കൊച്ചുകുഞ്ഞേ, ഞാനൊരു പഴഞ്ചനാ. ഏലിക്കുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരുമ്പോൾ നിന്റെ അപ്പൻ ഇട്ടിച്ചൻ എനിക്കൊരു വാക്ക് തന്നായിരുന്നു. നീ കാരണം ഏലിക്കുട്ടിക്ക് ഒരിക്കലും കരയേണ്ടി വരില്ലെന്ന്. പക്ഷേ നിന്നെ കെട്ടി നിന്റെ അധ്വാനം കൊണ്ട് എൻ്റെ കുഞ്ഞ് ജീവിച്ചു തുടങ്ങിയ കാലം മുതൽ അവൾ ചിരിച്ചു ഞാൻ കണ്ടിട്ടില്ല. എന്താ അപ്പച്ച, എന്തുണ്ടായി? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദാണ്ട് നീ അവിടെ മുഖത്തേക്കൊന്ന് നോക്കിയേ. നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവളുടെ ജീവിതം മുഴുവൻ. നീ ആ പിള്ളേരുടെയൊക്കെ പരുവം കണ്ടോ? ശമുവേൽ കുട്ടിക്കാണെ ഒട്ടും വയ്യ, ചൂട്ടുപോലായടാ അവൻ. ഒറ്റ കിടപ്പാ. ഇങ്ങനെ പോയാ അവൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. സുവിശേഷവും പൊതുപ്രവർത്തനവും പാട്ടും കൂത്തും ഒക്കെ നല്ലതാ. പക്ഷേ കുടുംബത്തിനെ കൂടെ അന്തസ്സായി നോക്കണോടോ. അല്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നേരവും കാലവും നോക്കാതെയുള്ള നിന്റെ ഈ വരവുണ്ടല്ലോ, അത് ഇന്നത്തേടം കൊണ്ട് നിർത്തിക്കോ. അപ്പച്ച, ഞാനിനി ഇവിടെ നിന്നാ വല്ല വിളിച്ചു പറയും. മക്കളെ, അപ്പച്ചൻ പോയേക്കുവാ. അപ്പച്ചൻ സങ്കടം കൊണ്ട് പറഞ്ഞതാ. വിഷമിക്കല്ലേ, ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. ഈ ആരോഗ്യവും കളഞ്ഞുള്ള അധ്വാനം ഒന്ന് നിയന്ത്രിച്ചൂടെ? ഇച്ചായം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ശരീരത്തിന് ഒട്ടും മേലാതായിരിക്കുന്നല്ലോ. എലിക്കുട്ടി, നിനക്കറിയാമല്ലോ നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം. പക്ഷേ അതിനേക്കാൾ വലുതാണ് കുഞ്ഞെ യേശുവിനോടുള്ള എൻ്റെ അഭിനിവേശം. യഹോവയുടെ വചനം എൻ്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. എനിക്കറിയാം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഷമ്മയിലൂട്ടിക്ക് സൂക്കിയുടെ കലശലായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ തുടർന്നാൽ അവന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഈ പ്രാരാബ്ദങ്ങളുടെ നടുവില് ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്നൂടെ ഇച്ചായനൊന്ന് പറഞ്ഞതാ. ഇത്രയും നാൾ അവനെ പരിപാലിച്ചത് കർത്താവല്ലേ കുഞ്ഞെ? ഇനിയും അവന്റെ കാര്യം കർത്താവ് തന്നെ തീരുമാനിക്കട്ടെ. അമ്മച്ചി ശമയിലൊട്ടി വിളിച്ചിട്ട് അനങ്ങുന്നില്ല. എന്റെ കർത്താവേ, ശമയിലൊട്ടി, മക്കളെ, ഇച്ചായ, നമ്മുടെ കുഞ്ഞ്, കർത്താവേ. മോനെ, നീ ഞങ്ങളെ ഇട്ടിട്ട് പോയല്ലോ. അയ്യോ മോനെ. കുഞ്ഞേ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിന്നെ ഉപദേശിക്കാൻ അറിവും ഞാനോ ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഉപദേശിക്കാൻ ആളല്ലെന്നും അറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ശുശ്രൂഷയൊക്കെ നല്ലതാ. എത്ര വേണേലും സുവിശേഷമെന്നോ ദൈവമെന്നോ ഒക്കെ പറഞ്ഞ് നടന്നോ. പക്ഷേ അതിനു മുമ്പ് സ്വന്തം വീട്ടിൽ അടുപ്പിൽ തീ പുകയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണമായിരുന്നു. ലോകം മുഴുവൻ സൗഖ്യം കൊടുക്കാനും ആളുകളെ രക്ഷിക്കാനും ഒക്കെ നടക്കുന്നതിന് മുന്നേ നിന്റെ വീട്ടിലുള്ളവരെ രക്ഷിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് ശമുവേല് കുട്ടി ഒരേ നാൾ കൂടി ജീവിച്ചിരുന്നേനെ.
നിന്റെ ആരോഗ്യവും ക്ഷയിച്ചുകൊണ്ടിരിക്കുക. വല്ലപ്പോഴും ആ കണ്ണാടി എടുത്തൊന്ന് നോക്കണം. അല്ലലും ഉപവാസവും രോഗവും കാരണം നീയൊരു കോലമായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ നിന്റെ പിള്ളേരുടെയും അവക്കടെയും ഗതി ഇത് തന്നെയാ. അതുകൊണ്ട് ഞാൻ അവരെ ഇങ്ങ് കൊണ്ടുപോവാ. നിനക്ക് സമയം കിട്ടുമ്പോൾ നിന്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ട് എവളെയും പിള്ളേരെയും വേണമെങ്കിൽ വന്ന് കാണ്. എന്നെ കാണാൻ നിൽക്കുവോ കൊച്ചേ? നടക്കങ്ങോട്ട്. വിശേഷം എന്ന് പറഞ്ഞ് നടക്കുന്ന നേരത്ത് വീട്ടിൽ തീ പുകയുന്നുണ്ടോന്ന് ഇവിടെ ഒന്ന് നോക്കണമായിരുന്നു. നാട് നോക്കി നോക്കി നടന്ന് അവസാനം സാധുവിനെ കുടുംബവും നഷ്ടപ്പെട്ടു. നല്ലൊരു അമ്മൂറ്റി കുഞ്ഞായിരുന്നു അയാൾക്കടെ. അയാളുടെ പോക്കണങ്ങേടാ ആ കൊച്ചിനെ ഇല്ലാതാക്കിയത്. എന്നാലും കൊച്ചുകുഞ്ഞിന് ഇത് വന്ന് ഭവിച്ചല്ലോ. എത്ര പെട്ടെന്ന് ഒരു കുടുംബം ഇല്ലാതായത്. ഇനിയിപ്പോ അയാളുടെ ഗതി ഇതൊക്കെ തന്നെയാ. ഈ വിശ്വാസയാത്രയിൽ ഇന്നുവരെ ആരുടെയും മുമ്പിൽ തലകുനിച്ചിട്ടില്ലാത്ത കൊച്ചുകുഞ്ഞ് ഇതാ വാടി തളർന്നു നിൽക്കുകയാണ്. ആരുമില്ലാതെ ഏകനായി സകലതും നഷ്ടപ്പെട്ടു. എല്ലാവരുടെ മുമ്പിൽ കുത്തുകാഴ്ചയായി ഇങ്ങനെ കർത്താവേ, എന്റെ ശംഖ് പൊട്ടിപ്പോകുന്നു. ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിൽ ആദ്യമുണ്ട് ഖേദിപ്പാൻ. സാധു അന്ധനായി തീരല്ലേ കർത്താവേ, അന്ധനായി തീരല്ലേ കർത്താവേ, എന്റെ ദൈവമേ. കൊച്ചുകുഞ്ഞെ, ഇങ്ങനെ ഒരു കൊച്ചുകുഞ്ഞിനെ അല്ല എന്റെ ശുശ്രൂഷയ്ക്കായി എനിക്ക് വേണ്ടത്. പ്രതിസന്ധികളുടെ മുൻപിൽ, ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ വിശ്വാസത്തിന്റെ കോട്ടകൾ തീർക്കുന്ന ധൈര്യമുള്ളൊരു കൊച്ചുകുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടത്. ആരൊക്കെ പോകട്ടെ കൊച്ചുകുഞ്ഞെ, നിനക്ക് ഞാനില്ലേ? കർത്താവേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കൊച്ചുകുഞ്ഞിന് നീ മതി, നീ മാത്രം മതി. നീ മാത്രം മതി കർത്താവേ, നീ മാത്രം മതി. ഇനി കൊച്ചുകുഞ്ഞ് കരയില്ല. എന്റെ ദൈവം മഹത്വത്തിൽ ജീവിക്കുമ്പോൾ ഈ കൊച്ചുകുഞ്ഞ് എന്തിനാ ഇങ്ങനെ തളരുന്നത്? നാളെ ഓർത്ത് ഭാരമില്ല. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇതൊക്കെ ദയ തോന്നി നൽകുമ്പോൾ ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? ഞാൻ എന്തിന് വൃഥാ കലങ്ങണം? നെഞ്ചോട് ചേർത്ത് പിടിച്ച വേദപുസ്തകവും കയ്യിലെ റാന്തൽ വെളിച്ചവും നെഞ്ചിലെ വിശ്വാസത്തിന്റെ കനലുമായി ആത്മസന്തോഷത്താൽ ആനന്ദിച്ച ഒരു വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടപ്രാർത്ഥനയോടുള്ള അടങ്ങാത്ത ദാഹത്തിൽ നിന്നാണ് മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘം എന്ന മഹത്തായ പ്രസ്ഥാനം ഉയർക്കൊണ്ടത്. ഈ ആത്മീയ മുന്നേറ്റത്തിന്റെ ജീവനാഡിയും ആവേശവുമായി നിലകൊണ്ട അതുല്യ പ്രതിഭയായിരുന്നു പ്രഥമ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. 1924
ഓഗസ്റ്റ് 23 ഔദ്യോഗികമായി രൂപം പ്രാപിച്ച ഈ പ്രസ്ഥാനത്തിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അദ്ദേഹം ഉഴുതുമറിച്ച് വിത്തെറിഞ്ഞപ്പോൾ നമ്മുടെ സഭ നവീകരണ സമൂഹമായി തഴച്ചു വളരുകയും 30, 60, 100 മേനി വിളവ് നൽകുകയും ചെയ്തു. കൊച്ചുകുഞ്ഞുപദേശിയുടെ നിസ്വാർത്ഥ ത്യാഗവും ദീർഘവീക്ഷണവും പാകിയ ആത്മീയ അടിത്തറയിലാണ് ശതാബ്ദിയുടെ നിറവിലും മാർത്തോമാ സന്നദ്ധ സുവിശേഷക സംഘം എന്ന ഈ മഹാപ്രസ്ഥാനം സഭാചരിത്രത്തിൽ സുവർണ ലിപികളിൽ തിളങ്ങി നിൽക്കുന്നത്. സാധു കൊച്ചുകുഞ്ഞുപദേശിയിലൂടെ അന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരംഭിച്ച സംഘം 1 നൂറ്റാണ്ട് പിന്നിട്ട് ഇന്ന് നമ്മളിൽ വന്നു നിൽക്കുന്നു. ഇനി നാം ഉണരേണ്ടതുണ്ട്. സഭയിലൂടെ ഉപദേശി പകർന്നു തന്ന ആത്മാവിൻ്റെ അഗ്നിജ്വാലകൾ കെടാതെ സൂക്ഷിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഉണർത്തുപാട്ടുകാരായി മാറി ആ വചനാഗ്നി വരും തലമുറകളിലേക്ക് നമുക്ക് പകർന്നു നൽകാം.